സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് പ്രീമിയത്തിൽ 3720 രൂപയുടെ അധിക വർധനവ് അടിച്ചേൽപ്പിക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം കേരള NGO സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് പ്രീമിയത്തിൽ 3720 രൂപയുടെ അധിക വർധനവ് അടിച്ചേൽപ്പിക്കുവാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേരള NGO സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് ആവശ്യപ്പെട്ടു. രണ്ടാം ഘട്ട പ്രഖ്യാപനത്തിലും സർക്കാർ വിഹിതം ഉൾപ്പെടുത്താതെ ജീവനക്കാരെ വഞ്ചിക്കുകയും എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളുടെ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുകയോ മതിയായ ചികിത്സ ഉറപ്പുവരുത്തുകയോ ചെയ്യാതെ നിർബന്ധിതമായി പണം പിടിച്ചെടുത്ത് ജീവനക്കാരെ കൊള്ളയടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആ തുക 6000-ൽ നിന്നും 9720 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രതിമാസ വിഹിതം 310 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ അടിച്ചേൽപ്പിയാണ് ഈ സർക്കാർ നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ സർക്കാർ ജീവനക്കാരെ ആ മെഡിസെപ്പ് പദ്ധതിയിൽ സർക്കാർ ജീവനക്കാരുടെ വിഹിതം പിടിച്ചെടുക്കാൻ ഒരു നിർബന്ധിത പണപ്പിരിവിന് ഇടത് സർക്കാർ തയ്യാറായ കാഴ്ചയാണ് നാം കാണുന്നത്. നമുക്കറിയാം, ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് 2 വർഷം മുമ്പ്. ആ പദ്ധതിയിൽ സർക്കാർ വിഹിതമില്ല. സർക്കാർ വിഹിതമില്ലാത്ത പദ്ധതി എങ്ങനെ സർക്കാർ പദ്ധതിയാകും? ഇത്തരത്തിൽ ഒരു സർക്കാരിന്റെ പദ്ധതിയായി നടപ്പിലാക്കിയ മെഡിസെപ്പിൽ സർക്കാരിന്റെ നയാ പൈസയില്ല. പ്രീമിയം വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ബി പിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എസ് ഗിരീഷ്, സംസ്ഥാന സമിതി അംഗം ജി അനീഷ്, ജില്ലാ സെക്രട്ടറി എം രാജേഷ്, ജില്ലാ ട്രഷറർ PR രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.